കേരള സ്ട്രൈക്കേഴ്സിന്റെ ഫസ്റ്റ് മാച്ച് ഇന്ന് വൈകിട്ട് 6:30 മുംബൈക്കെതിരെ. നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല. CCL കേരള സ്ട്രൈക്കേഴ്സ് തന്നെ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് ഏറെ വേദനിപ്പിച്ചെന്ന് നടൻ രാജീവ് പിള്ള. ഞാൻ ചില ന്യൂസ് ഒക്കെ കേട്ടല്ലോ. എന്ത് ന്യൂസ്? സോഷ്യൽ മീഡിയയിൽ പലരും തന്നെ ചതിയനെന്ന് ചിത്രീകരിക്കുന്നു. ഇങ്ങനെയൊന്നും നീ എന്നോട് പറയരുത്. ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യം. ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അടക്കം ചോദിക്കുന്നത്, രാജീവ് പിള്ള ഈ സീസണിൽ എന്തുകൊണ്ട് കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി കളിക്കുന്നില്ല? സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം പറയൂ. ദിവ്യ ഇത്തവണത്തെ ഈ സീസണിലെ ടീം ഇട്ടു 22 മെമ്പർ സ്ക്വാഡ് ഇട്ടപ്പോ ഞാൻ അതിൽ എന്റെ പേരില്ല. സീസണിന്റെ ഓണർ രാജ്കുമാർ സാറാണ്. അദ്ദേഹത്തിന് ഒക്കെ ഫോൺ ചെയ്തു, ഫോൺ എടുത്തില്ല. മെസ്സേജസ് അയച്ചു, എടുത്തില്ല. ഇമെയിൽ ചെയ്തു, മറുപടി ഇല്ല. റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത എടുക്കാത്ത ടീമിൽ എങ്ങനെയാണ് കളിക്കുന്നത്? ആരോടും പറയരുന്ന് ആഗ്രഹിച്ചത്. ഇനിയിപ്പോ എന്തിനാ വിളിക്കുന്നത്? കേരള സ്ട്രൈക്കേഴ്സ് എന്നെ ടീമിൽ എടുത്തിരുന്നെങ്കിൽ 100 അല്ല 150 അല്ല 200% ഞാൻ കേരള സ്ട്രൈക്കേഴ്സിനെ കളിക്കത്തുള്ളൂ. അയ്യോ സാറാണ് സത്യം. മുതലാളി ഒരു ചെത്തി 2012, 13, 15, 16, 17, 18, 23 ഇത്രയും കൊല്ലം ഞാനാണ് കേരള സ്ട്രൈക്കേഴ്സ് ടോപ്പ് സ്കോർ ചെയ്തത്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. ഒരു 22 മെമ്പർ സ്ക്വാഡിലെങ്കിലും ഉൾപ്പെടുത്താനുള്ള പെർഫോമൻസ് എനിക്ക് ഇല്ലെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അല്ലെങ്കിലും നീയൊന്നും തന്നെ അർഹിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ അടക്കം രാജീവ് പോയി എന്തോ വലിയ ചതി ചെയ്തു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നതുകൊണ്ട് എന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സത്യമായി പറയുന്നവനായി ഈ കേരള സ്ട്രൈക്കേഴ്സിലേക്ക് തിരികെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ താങ്കൾ കളിക്കാൻ വരുമോ? 100%. എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ, അതും ഈ തണുപ്പത്ത്. നീ എന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ വരും. നീ ഞാനൊരു ഭാരമായിട്ടാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇല്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. ഉസ്മാനെ രക്ഷപ്പെട്ടോ.